നമസ്കാരം, എല്ലാവർക്കും സത്തൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്തൻ മെനുവിൽ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പൈനാപ്പിൾ കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സരവണ ഭവനിൽ പോയിട്ട് ഫുഡ് കഴിച്ചവർക്ക് അറിയാം, അതിൻ്റെ കൂടെ കിട്ടുന്ന കേസരിയുടെ ഒരു ഫ്ലേവർ അല്ലേ. നല്ല പൈനാപ്പിൾ കേസരി ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു കേസരി, അതാണ് ഞാനും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഏകദേശം സരവണ ഭവനിൽ കിട്ടുന്ന അതേപോലുള്ള പൈനാപ്പിൾ ഫ്ലേവറിലുള്ള കേസരിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഒന്നും ചേർക്കാതെ തന്നെ. അപ്പോൾ ഇത് നമുക്ക് ടിപ്സൊക്കെ അതുപോലെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിലും ഇതുപോലെ നല്ലൊരു കേസരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് സരവണ ഭവൻ സ്റ്റൈലിലുള്ള കേസരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൈനാപ്പിൾ, അധികം പുളിയില്ലാത്ത പൈനാപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 1 കപ്പ് പൈനാപ്പിൾ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. കുറച്ചൊരു കാൽ കപ്പ് വെള്ളം ഞാൻ അതിന് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ നല്ല ഫ്ലേവറുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ഒരു 1/2 കപ്പ് മതിയാവും. അപ്പോൾ ഇതിനധികം ഫ്ലേവർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് എടുത്തത്. പിന്നെ നമുക്ക് പഞ്ചസാര വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കാഷ്യൂ നട്ട്സും കിസ്മിസുമാണ്. അതേപോലെ തന്നെ നെയ്യ് 1/4 കപ്പിൻ്റെ കുറച്ചധികം ഉണ്ട്, എന്നാൽ 1/2 കപ്പില്ല. അപ്പോൾ അത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പിന്നെ വെള്ളം വേണം. വെള്ളം ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന അളവുകൾ 1/2 കപ്പ് റവക്കുള്ളതാണ്. അപ്പോൾ ഞാനിത് 1/2 കപ്പ് റവ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിന് ഇരട്ടിയാണ് വെള്ളം വേണ്ടത്. അതായത് 1/2 കപ്പ് റവക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതെല്ലാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യിൽ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 പിടി കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കേണ്ട, ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. അപ്പോൾ അത് ബ്രൗൺ ആവുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ കൂടെ 1 പിടി കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്കത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആ കിസ്മിസ് ഫ്രൈ ആവുന്ന സമയത്ത് കാഷ്യൂ നട്ടും ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ ഇത് കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യുക. പിന്നെ ഇത് നമ്മളൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ 2 ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റവ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ റോസ്റ്റഡ് റവ ആണെങ്കിൽ കൂടി നമ്മൾ 1 പ്രാവശ്യം വറുത്തെടുക്കണം. അത് എന്നാൽ മാത്രമേ നല്ലൊരു എന്താ പറയുക അരോമ, ഒരു ഫ്ലേവർ അത് കിട്ടുള്ളൂ. അപ്പോൾ റോസ്റ്റഡ് റവ ആണെങ്കിൽ കൂടി നമ്മൾ 1 പ്രാവശ്യം നെയ്യിലിട്ടതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരുപാട് കളർ ചേഞ്ച് ചെയ്യാനൊന്നും നിൽക്കേണ്ട. അപ്പോൾ ഒന്ന് നല്ലൊരു അരോമ നിങ്ങൾക്ക് കിട്ടും. ആ സമയം വരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ റവ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് റവക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കുക. അതേപോലെ തന്നെയാണ് പഞ്ചസാരയും. അപ്പോൾ 1/2 കപ്പ് റവക്ക് അതിൻ്റെ ഇരട്ടിയാണ് പഞ്ചസാര ചേർക്കാറ്. പക്ഷേ ഞാൻ മധുരം കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. എനിക്കത് കറക്റ്റായിട്ട് തോന്നി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റവ നമ്മൾ വറുത്തിട്ടുണ്ട്. അത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേ പാനിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിലേക്ക്, ചൂടായ നെയ്യിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളാക്കുമ്പോൾ അത് വെന്ത് ഉടക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാനിതൊന്ന് അടിച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് എളുപ്പം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങൾ ചേർത്തിട്ട് വേവിക്കുകയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിത് പൾപ്പായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. നെയ്യിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ജ്യൂസാക്കിയിട്ടും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ റവയിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഇതൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് അത് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നില്ലെങ്കിൽ നമ്മൾ കേസരി കഴിക്കുമ്പോഴും അത് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടില്ല. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ല നമ്മൾ കഷ്ണങ്ങളാക്കി ഇടുവാണെങ്കിൽ നമ്മൾ പൈനാപ്പിളിൻ്റെ പീസസ് നമ്മൾ ഈ കേസരി കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതുപോലെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് റവക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കുക. അപ്പോൾ പുളിയില്ലാത്ത പൈനാപ്പിൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് മതി പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല മധുരമായി പോകും കേസരിക്ക്. അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് നമ്മൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു കളറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഇത് ഞാനൊരു ക്യാമറ ഇതിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കാം. പാലിൽ കലക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ള കളറിലേക്ക് നമുക്ക് കിട്ടാം. അപ്പോൾ കളറൊന്നും നിർബന്ധമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. സെയിം ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഈ റവയൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് റവയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾ ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഇതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ തന്നെ റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. അപ്പോൾ നെയ്യ് നമ്മൾ ഓൾറെഡി ഒരു 1/4 കപ്പിന് മുകളിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബാക്കി കാഷ്യൂനട്ടൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്യ് എടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2-2.5 ടീസ്പൂൺ വരെ നെയ്യ് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാം. അപ്പോൾ ചില പേർക്കൊന്നും നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാവില്ല. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിരിക്കുന്നത് ഈ നെയ്യ് ചേർക്കുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ കേസരിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇത് നന്നായിട്ട് നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കട്ടകളുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. കട്ടയായിട്ട് ഇരിക്കരുത് കേസരി. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ കേസരിയിലൊക്കെ റവേണ ഇരട്ടി ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ നല്ല മധുരമായിരിക്കും അതൊക്കെ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ റവ എടുത്തിരിക്കുന്ന അതേ അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര എടുത്തിരിക്കുന്നത്. അത് ഈ പൈനാപ്പിളിൻ്റെ മധുരവും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ പൈനാപ്പിൾ പുളി ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമ്മൾ പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് വന്ന സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ മധുരം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ അധികം മധുരമൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഇതെനിക്ക് കറക്റ്റായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഓരോരാളുടെയും മധുരത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പിലും ഒരു സ്പൂണ് അധികം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതാ കുറച്ച് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് പഞ്ചസാരയൊക്കെ. ഈ സമയത്ത് നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 മുതൽ 4 ഏലക്ക വരെ എടുത്തിട്ടുണ്ട്. അത് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ കൂടെ തന്നെ ഏലക്ക പൊടിച്ചിട്ട് കൂടി ചേർക്കാം. പിന്നെ നന്നായിട്ട് കട്ടയില്ലാതെ ഇതൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ മിക്സിങ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ കട്ടയായിട്ട് ആ ഒരു ഷുഗറൊന്നും എല്ലായിടത്തും എത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടയെല്ലാം നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും അതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ ഇതാ നോക്കിക്കേ. അപ്പോൾ ഏകദേശം നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട് ഈ ഒരു കേസരി. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം.
അപ്പോൾ നമ്മുടെ കേസരി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓരോരാളുടെ ഇഷ്ടം പോലെ ചേഞ്ച് ചെയ്യാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നല്ല മണമാണ് പൈനാപ്പിൾ ഫ്ലേവർ ആയിട്ടുള്ള കേസരിയുടെ. അപ്പോൾ ഞാൻ നോക്കിക്കേ, ഞാൻ എൻ്റെ ടെക്സ്ചർ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നോക്കിക്കേ എത്ര ജ്യൂസിയാണ് അത്. നല്ല മെൽട്ടായി, വായിലിട്ടാൽ മെൽട്ടായി പോകുന്ന രീതിയിലുള്ള ഒരു കേസരിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേസരി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു കേസരിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മിൽക്ക് കേസരിയുടെ. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ള കേസരിയാണ്, അതായത് പൈനാപ്പിൾ കേസരി. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ satanmenu2017@gmail.com എന്നുള്ള മെയിലിലേക്ക് അയച്ചു തരിക. അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിരിക്കുന്ന പിക്ചേഴ്സും അയക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സത്താൻ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്